സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓഷ്യൻ ആൻഡ് മാൻ, സമുദ്രവും മനുഷ്യനും എന്നുള്ള ചാപ്റ്ററാണ്. അപ്പം അതിലെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ അതിലൊരു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് സാലിനിറ്റി ഓഫ് സീ വാട്ടർ എന്ന ഭാഗം മുതലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഓഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ, സാലിനിറ്റി, ഡെൻസിറ്റി, ഇത് പല ഓഷ്യനിലും അതേപോലെ പല സ്ഥലത്തും പല രൂപത്തിലാണ്, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ അതിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ സാലിനിറ്റി അതേപോലെ ഡെൻസിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ഏറ്റവും ആദ്യം സാലിനിറ്റി ഓഫ് സീ വാട്ടർ. ഓക്കെ, സാലിനിറ്റി ഓഫ് സീ വാട്ടർ അഥവാ സമുദ്രജലത്തിന്റെ ലവണത്വം. സാലിനിറ്റി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ലവണത്വമാണ്, ജലാംശം അല്ലെങ്കിൽ ഉപ്പിന്റെ അംശമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. സീ വാട്ടർ ഈസ് സോൾട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം, കടൽ വെള്ളം അല്ലെങ്കിൽ കടൽ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? ഉപ്പ് രസമുള്ള വെള്ളമാണ്, നമുക്കറിയാം. ദി ആവറേജ് എമൗണ്ട് ഓഫ് സാൾട്ടിനെസ് ഓഫ് സീ വാട്ടർ ഈസ് 3.5%. അതായത് കടൽ വെള്ളത്തിന്റെ ശരാശരി സാലിനിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലവണത എന്ന് പറയുന്നത് 3.5%. ഓക്കെ, ആ ഒരു സോൾട്ടിനെസ്, കടൽ ജലം എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല കടൽ വെള്ളത്തിന് എന്തുണ്ടാവുക, ഈ ഒരു ഉപ്പ് രസം ഉണ്ടാവുക. അപ്പൊ ആവറേജ് നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്? 3.5% ആണ്. ഓക്കെ, ദിസ് വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ് ബൈ സെപ്പറേറ്റിംഗ് ദി സോൾട്ട് ഫ്രം ഇറ്റ്. ഈ കടൽ വെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കടൽ വെള്ളത്തെ നമുക്ക് അതിൽ നിന്ന് ലവണത്വം വേർതിരിച്ച് മാറ്റി ശുദ്ധജലമാക്കി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്ന നാടുകളുണ്ട്. നമ്മുടെ ലക്ഷദ്വീപ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് അവര് ശുദ്ധജലമായിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ, ദി കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് കണ്ടന്റ് ഇൻ സീ വാട്ടർ ഈസ് നോൺ ആസ് സാലിനിറ്റി. അപ്പൊ എന്താണ് സാലിനിറ്റി, എന്താണ് ലവണത്വം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ആൻസർ ആണ് ഈ കാണുന്നത്. എന്താണ്? ദി കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് കണ്ടന്റ് ഇൻ സീ വാട്ടർ ഈസ് നോൺ ആസ് സാലിനിറ്റി. അതായത് കടൽ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ലവണാംശത്തിന്റെ അളവാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസെൻട്രേഷൻ ആണ്. എത്രത്തോളം ലവണാംശം അടങ്ങിയിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലവണത്വം. ഓക്കെ, സാലിനിറ്റി എന്ന് വിളിക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് കണ്ടന്റ് ഇൻ സീ വാട്ടർ ഈസ് നോൺ ആസ് സാലിനിറ്റി. കടൽ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഉപ്പിന്റെ അംശം, ആ ഒരു ലവണത്തിന്റെ അംശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാലിനിറ്റി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദി ഗ്രാംസ് ഓഫ് സോൾട്ട് പ്രസന്റ് ഇൻ 1000 grams ഓഫ് വാട്ടർ. ഓക്കെ, അത് നമ്മൾ ഏത് രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദി ഗ്രാംസ് ഓഫ് സോൾട്ട് പ്രസന്റ് ഇൻ 1000 grams ഓഫ് വാട്ടർ. അതായത് 1000 ഗ്രാം വെള്ളത്തിൽ, 1000 ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിട്ടുണ്ട്, എത്ര ഗ്രാം ഉപ്പ്, സോൾട്ട് അടങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലാണ് നമ്മൾ ഈ ലവണത്വം സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, സാലിനിറ്റി എങ്ങനെയാ പറയാറുള്ളത്? 1000 ഗ്രാം വെള്ളത്തിൽ എത്ര ഗ്രാം സോൾട്ട് കണ്ടന്റ് ഉണ്ട് എന്ന രീതിയിലാണ് നമ്മളത് പറയാറുള്ളത്. ഇവിടെ പറയുന്നു ദി ആവറേജ് സാലിനിറ്റി ഓഫ് സീ വാട്ടർ. ദി ആവറേജ് സാലിനിറ്റി ഓഫ് സീ വാട്ടർ ഈസ് 35 parts per 1000 and is recorded as 35 parts per 1000 എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അതായത് എങ്ങനെയാ നമ്മൾ രേഖപ്പെടുത്തുന്നത്? സാലിനിറ്റി നമ്മൾ എങ്ങനെയാ രേഖപ്പെടുത്തുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം എത്രയാണ്? 35 parts per 1000. ഓക്കെ, 35 parts per 1000 and is recorded as, അത് നമ്മൾ എഴുതുന്ന സമയത്ത് ഇവിടെ കാണുന്നത് പോലെ 35 parts per 1000 നമ്മൾ ഈ രൂപത്തിലാണ് എഴുതുക. ഓക്കെ, അപ്പോ ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്തു വെക്കണം. ഒരുപക്ഷെ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത അല്ലെങ്കിൽ കണ്ടു പരിചയമില്ലാത്ത യൂണിറ്റ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അത് ഓർത്തു വെക്കുക. ദി ആവറേജ് സാലിനിറ്റി ഓഫ് സീ വാട്ടർ ഈസ് 35 parts per 1000. ഓക്കെ, സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം എന്ന് പറയുന്നത് എത്രയാണ്? 35 parts per 1000 ആണ്. 35 സഹസ്രാംശമാണ് എന്ന് മലയാളത്തിൽ പറയാം. അപ്പൊ അത് നമ്മൾ എഴുതുന്ന, റെക്കോർഡ് ചെയ്യുന്ന രീതി ഈ കാണുന്നത് പോലെയാണ്. ഓക്കെ, അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ this means that 35 grams of salt is present in 1000 grams of sea water. ഓക്കെ, അപ്പൊ 35 parts per 1000 എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 1000 ഗ്രാം കടൽ ജലത്തിൽ 35 ഗ്രാം
സോൾട്ട് കണ്ടന്റ് ഉണ്ട്, സോൾട്ട് പ്രസന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഉപ്പിന്റെ അംശം ഉണ്ട് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് 35 grams ഓഫ് സോൾട്ട് ഈസ് പ്രസന്റ് ഇൻ 1000 grams ഓഫ് സീ വാട്ടർ. 1000 ഗ്രാം കടൽ ജലത്തിൽ 35 ഗ്രാം ലവണാംശം അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, സാലിനിറ്റി ഈസ് നോട്ട് യൂണിഫോം അക്രോസ് ഓഷ്യൻ. സാലിനിറ്റി എന്തല്ല, എല്ലാ സമുദ്രങ്ങളിലും ഒരേപോലെയല്ല. ഉപ്പിന്റെ അംശം എല്ലാ സമുദ്രത്തിലും ഒരേപോലെയല്ല. അതിൽ എന്തുണ്ട്, ഏറ്റക്കുറച്ചിലുകളുണ്ട്, വളരെ കൂടുതലുള്ളുണ്ട്, കുറഞ്ഞതുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ പോവാണ്. അതിന് മുമ്പ് ഇവിടെ നിങ്ങൾക്ക് ഒരു കെമിസ്ട്രി ഓഫ് സീ വാട്ടർ എന്നുള്ള ഒരു ബോക്സ് കാണാം. എക്സ്ട്രാ റീഡിംഗ് ആണെങ്കിലും പിന്നെ അതിൽ ഒരു കാര്യം മാത്രം ജസ്റ്റ് നമുക്ക് വായിച്ചിട്ട് പെട്ടെന്ന് പോവാം. മേജർ പോർഷൻ ഓഫ് ദി സലൈൻ വാട്ടർ കണ്ടെയ്ൻ സോഡിയം ക്ലോറൈഡ്. ഈ ഒരു സംഭവം സോഡിയം ക്ലോറൈഡ് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാനുണ്ടാവും. സോഡിയം ക്ലോറൈഡ് നമ്മളെ ഉപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്, അല്ലെങ്കിൽ കറിയുപ്പിന്റെ രാസനാമമാണ് ഇത് സോഡിയം ക്ലോറൈഡ് എന്നുള്ളത്. അപ്പം സോഡിയം ക്ലോറൈഡ് എന്ന് കാണുമ്പോൾ വേറെ എന്തോ കെമിക്കൽ സാധനമാണെന്ന് വിചാരിക്കേണ്ട, അതെന്താണ്, നമ്മുടെ ഉപ്പ് തന്നെയാണ്. ഒരു ജസ്റ്റ് ഒരു കാര്യം മാത്രം അവിടെ ഓർത്ത് വെക്കുക. ബാക്കി എക്സ്ട്രാ റീഡിംഗ് ആണ്, നമ്മൾ തൽക്കാലം ഇവിടെ നോക്കുന്നില്ല. അപ്പോൾ സാലിനിറ്റി യൂണിഫോം അല്ല, എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദി കണ്ടീഷൻസ് ലീഡിങ് ടു വേരിയേഷൻ ഇൻ സാലിനിറ്റി ആർ ഗിവൺ ബിലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ദി കണ്ടീഷൻസ് ലീഡിങ് ടു വേരിയേഷൻ ഇൻ സാലിനിറ്റി. ഓക്കെ, സാലിനിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള പല സാഹചര്യങ്ങൾ, പല കാരണങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാ സ്ഥലത്തും കടൽ ജലത്തിൽ എന്തല്ല, ലവണത്വം ഒരേപോലെയല്ല, വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനുള്ള കാരണങ്ങൾ, കൂടാനും കുറയാനൊക്കെയുള്ള കാരണങ്ങൾ ഇവിടെ പറയാണ്. അപ്പോൾ ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ആദ്യം, സാലിനിറ്റി വിൽ ബി മോർ ഇൻ ലാൻഡ് ലോക്ഡ് സീസ്. അതായത് കരയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. ഓക്കെ, അതായത് 2-3 ഭാഗങ്ങളിൽ കരഭാഗമുള്ള അല്ലെങ്കിൽ കരയുടെ സാന്നിധ്യമുള്ള കടൽ ഭാഗമാണെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെ ഈ സാലിനിറ്റി, ലവണത്വം അല്ലെങ്കിൽ ലവണാംശം കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. സാലിനിറ്റി വിൽ ബി മോർ ഇൻ ലാൻഡ് ലോക്ഡ് സീസ്. കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ സാലിനിറ്റി കൂടുതലായിരിക്കും. അടുത്തത്, സാലിനിറ്റി ഇൻക്രീസസ് ഇൻ ഏരിയാസ് ഓഫ് ഹൈ ഇവാപൊറേഷൻ. അതായത് ഇവാപൊറേഷൻ കൂടുതലായിട്ട് നടക്കുന്ന പ്രദേശങ്ങൾ, അതായത് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപൊറേഷൻ കൂടുതലായിട്ട് നടക്കുന്ന പ്രദേശങ്ങളിൽ എന്ത് കൂടും, സാലിനിറ്റി കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവാപൊറേഷൻ കൂടുതലായി നടക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള പ്രദേശങ്ങളാണ് നടക്കുക. അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇവാപൊറേഷൻ കൂടുതലായി നടക്കുമ്പോൾ അവിടെ സാലിനിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇവാപൊറേഷൻ കൂടുമ്പോൾ സാലിനിറ്റി കൂടുന്നു, രണ്ടും ഒരേപോലെ. ദെൻ സാലിനിറ്റി decreases in areas where snow melt water reaches in large quantity. അതായത് വളരെ ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലമെത്തുന്ന ഭാഗങ്ങൾ ഉണ്ടാവും. ധാരാളം മഞ്ഞുരുകിയ വെള്ളം കടലിലേക്ക് ചേരുന്ന, സമുദ്രത്തിലേക്ക് ചേരുന്ന ഭാഗങ്ങളിൽ എന്തായിരിക്കും, ലവണത്വം വളരെ കുറവായിരിക്കും. ഓക്കെ, സാലിനിറ്റി ഡിക്രീസസ് ഇൻ ഏരിയാസ് വേർ സ്നോ മെൽറ്റ് വാട്ടർ, മഞ്ഞുരുകി വരുന്ന വെള്ളം, റീച്ചസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, അങ്ങനെ വൻതോതിൽ അല്ലെങ്കിൽ ഒരുപാട് അളവിൽ മഞ്ഞുരുകി വരുന്ന വെള്ളം കടലിലേക്ക് ചേരുന്ന ഭാഗങ്ങളിൽ എന്തായിരിക്കും, സാലിനിറ്റി കുറവായിരിക്കും. ആൻഡ് സാലിനിറ്റി ഡിക്രീസസ് അറ്റ് റിവർ മൗത്ത്സ്. റിവർ മൗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താ റിവർ മൗത്ത് എന്നുള്ള കാര്യം. എന്താ റിവർ മൗത്ത്? ഒരു റിവർ ഒറിജിൻ ചെയ്ത് ഒഴുകി വന്ന് അത് മറ്റൊരു മേജർ വാട്ടർ ബോഡിയിലേക്ക്, സമുദ്രത്തിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് മെർജ് ചെയ്യുന്ന ഭാഗമാണ്, കൂടിച്ചേരുന്ന ഭാഗമാണ് ഇത് റിവർ മൗത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റിവർ മൗത്തിൽ എന്തായിരിക്കും, സാലിനിറ്റി കുറവായിരിക്കും. ആൻഡ് ഹെവി റെയിൻഫോൾ ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ സാലിനിറ്റി. അതേപോലെ സാലിനിറ്റി അല്ലെങ്കിൽ ലവണത്വം കുറയാനുള്ള മറ്റൊരു കാരണമാണ് പറയുന്നത്, ഉയർന്ന അളവിൽ മഴ കിട്ടുന്നത് എന്തിനു കാരണമാവും, സാലിനിറ്റി അല്ലെങ്കിൽ ലവണത്വം കുറയാൻ കാരണമാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, പെട്ടെന്ന് ഓർത്തു വെക്കാനും പറ്റും. സോ ലാസ്റ്റ് പറഞ്ഞത്, ഹെവി റെയിൻഫോൾ ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ സാലിനിറ്റി. അതായത് നല്ല കനത്ത മഴ ഉണ്ടാവുന്ന സമയത്ത് അതെന്തിനു കാരണമാവുന്നുണ്ട്, സാലിനിറ്റി കുറയാൻ, ലവണത്വം കുറയാൻ കാരണമാവുന്നുണ്ട്. സാലിനിറ്റി വേരീസ് ഫ്രം ഓഷ്യൻ ടു ഓഷ്യൻ ആൻഡ് അറ്റ് ഡിഫറെന്റ് ഡെപ്ത്സ്. അതായത് വിവിധ ഒരു സമുദ്രത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും എന്തിൽ വേരിയേഷൻ ഉണ്ടാവും, സാലിനിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവും. അതേപോലെ സമുദ്രങ്ങൾ തമ്മിൽ
ഇന്ത്യൻ ഓഷ്യനിലുള്ള ഒരു ആവറേജ് സാലിനിറ്റി ആയിരിക്കില്ല എവിടെ ഉണ്ടാവുക, പാസിഫിക്കിൽ ഉണ്ടാവുക. അപ്പൊ സമുദ്രങ്ങൾ തമ്മിൽ ആ ഒരു വേരിയേഷൻ സാലിനിറ്റിന്റെ കാര്യത്തിലുണ്ട്. അതേപോലെ തന്നെ ഒരു സമുദ്രത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും എന്തുണ്ടാവും, സാലിനിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാം. നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് പറയാൻ ശ്രമിക്കാം. The equatorial regions record high salinity as compared to the polar regions. Why? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇക്വറ്റോറിയൽ റീജിയൻ record high salinity as compared to polar region. Why? അതായത് നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ, ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുമ്പോൾ ഭൂമധ്യരേഖാ പ്രദേശങ്ങളാണ്. അപ്പൊ ഈ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സാലിനിറ്റി കൂടുതലാണ്. പോളാർ പ്രദേശങ്ങൾ, പോളാർ റീജിയനിൽ, ധ്രുവ പ്രദേശങ്ങളിൽ, ധ്രുവ മേഖലകളിൽ, നോർത്ത് പോളാർ റീജിയനിലും സൗത്ത് പോളാർ റീജിയനിലും ഒക്കെ സാലിനിറ്റി കുറവുമാണ്, അല്ലെ? അതിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പോളാർ റീജിയനെ അപേക്ഷിച്ച് ഇക്വറ്റോറിയൽ റീജിയനിൽ സാലിനിറ്റി കൂടാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞു, ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇൻസോലേഷൻ, സൂര്യൻ എന്നുള്ള പ്രകാശം, ചൂട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന പ്രദേശമാണ്. നമ്മൾ മുകളിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, സാലിനിറ്റി ഇൻക്രീസസ് ഇൻ ഏരിയാസ് ഓഫ് ഹൈ ഇവാപ്പറേഷൻ. ഉയർന്ന അളവിൽ ഇവാപ്പറേഷൻ നടക്കുമ്പോൾ അവരെ സാലിനിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതിനുള്ള ആൻസർ അത് തന്നെയാണ്. The rate of evaporation is high. The rate of evaporation is high in equatorial regions when compared to polar region. Polar region അപേക്ഷിച്ച് ഇക്വറ്റോറിയൽ റീജിയനിൽ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, ബാഷ്പീകരണത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും, സാലിനിറ്റി ഇൻക്രീസ് ചെയ്യും. Then അടുത്ത ചോദ്യം, why does salinity increase in landlocked seas? ലാൻഡ് ലോക്ഡ് സീസിൽ അല്ലെങ്കിൽ കരഭാഗത്താൽ ചുറ്റപ്പെട്ട കടൽ ഭാഗത്ത് സാലിനിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ എവിടെ പറഞ്ഞു, ഈ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ്, സാലിനിറ്റി വിൽ ബി മോർ ഇൻ ലാൻഡ് ലോക്ഡ് ഏരിയാസ്, ലാൻഡ് ലോക്ഡ് സീസ്, അല്ലെ? അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ അതിനുള്ള കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റർ. ഭൂമി അല്ലെങ്കിൽ കരഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് ചൂടാവുന്നുണ്ട്, അല്ലെ? വളരെ പെട്ടെന്ന് തന്നെ ലാൻഡ് ഏരിയ, കരഭാഗം വളരെ പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ചൂടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കരയോട് ചേർന്ന് കിടക്കുന്ന കടൽ ഭാഗവും എന്താവും, ഒന്ന് ചൂടാവും. മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് കരയോട് ചേർന്ന് കിടക്കുന്ന കടൽ ഭാഗവും ഒന്ന് അവിടെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവാപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം അവിടെ എന്ത് ചെയ്യും, ആ ഒരു ഏരിയയിൽ നടക്കും. സ്വാഭാവികമായിട്ടും കരഭാഗം പെട്ടെന്ന് ചൂടാവുന്നു. അപ്പൊ അതോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗവും അടുത്ത അന്തരീക്ഷമൊക്കെ ചൂട് പിടിക്കുമ്പോൾ ഇവാപ്പറേഷൻ നടക്കുന്നു. ഇവാപ്പറേഷൻ നടക്കുമ്പോൾ സാലിനിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് കാരണം. ഓക്കെ, ഇനി why is salinity ലെസ് അറ്റ് റിവർ മൗത്ത്സ്? റിവർ മൗത്ത്സിൽ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യം, റിവർ മൗത്തിൽ സാലിനിറ്റി കുറയാനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ദി ഫ്രഷ് വാട്ടർ ബ്രോട്ട് ബൈ റിവർ റെഡ്യൂസസ് സാലിനിറ്റി. ദി ഫ്രഷ് വാട്ടർ ബ്രോട്ട് ബൈ ദി റിവർ റെഡ്യൂസസ് സാലിനിറ്റി എന്ന് വെച്ചാൽ, ഈ റിവർ മൗത്ത് എന്ന് പറയുമ്പോൾ നദികൾ സമുദ്രത്തിലേക്കോ അല്ലെങ്കിൽ ജലാശയങ്ങളിലേക്കോ അങ്ങനെ എത്തിച്ചേരുന്ന, അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന, മെർജ് ചെയ്യുന്ന ഭാഗമാണല്ലോ. അപ്പൊ ഈ നദികളിൽ നിന്ന് വരുന്ന ഫ്രഷ് വാട്ടർ ധാരാളമായിട്ട് ആ സലൈൻ വാട്ടറിലേക്ക് ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും സലൈൻ വാട്ടറിന്റെ ഒരു തീവ്രത കുറയുന്നു. നല്ല വെള്ളം ആ ഉപ്പ് വെള്ളത്തിലേക്ക് ധാരാളമായിട്ട് ചേരുന്ന സമയത്ത് അവിടെ ഉപ്പിന്റെ അംശം കുറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ദി ഫ്രഷ് വാട്ടർ ബ്രോട്ട് ബൈ ദി റിവർ റെഡ്യൂസസ് സാലിനിറ്റി. ഓക്കെ, ഈ നദി ഒഴുക്കി കൊണ്ടുവരുന്ന ഫ്രഷ് വാട്ടർ ആ സലൈൻ വാട്ടറിലേക്ക് ചേരുമ്പോൾ അവിടെ സാലിനിറ്റി കുറയാൻ കാരണമാവുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു, സാലിനിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള പല കാരണങ്ങൾ, കണ്ടീഷൻസ് നമ്മൾ നോക്കി. അതിന്റെ ബേസിൽ 2-3 ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി. ഇനി അടുത്തത് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ. സീ വാട്ടറുമായി ബന്ധപ്പെട്ട് ടെമ്പറേച്ചർ നമ്മൾ നോക്കി, സാലിനിറ്റി നോക്കി. ഇനി ഡെൻസിറ്റി ആണ് പറയാൻ പോകുന്നത്. ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ, സമുദ്രജലത്തിന്റെ സാന്ദ്രത. ശ്രദ്ധിക്കുക, the density of sea water is not uniform everywhere. salinity ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഡെൻസിറ്റിയും എന്തല്ല, എല്ലായിടത്തും ഒരേപോലെയല്ല. സമുദ്രജലത്തിന്റെ
ഡെൻസിറ്റി എന്ന് പറയുന്നത് എല്ലാ സമുദ്രത്തിലും, അതേപോലെ ഒരു സമുദ്രത്തിൽ തന്നെ എല്ലായിടത്തും എന്തല്ല, യൂണിഫോം അല്ല, ഒരേപോലെയല്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട്, ഡെൻസിറ്റി ഈസ് നോട്ട് യൂണിഫോം എവ്രിവർ, എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല. This is due to the variations in salinity and temperature of sea water. അപ്പൊ ഡെൻസിറ്റി മാറുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്? അതായത് സമുദ്രജലത്തിന്റെ സാലിനിറ്റി, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സാലിനിറ്റി, അതേപോലെ തന്നെ ടെമ്പറേച്ചർ, ഈ രണ്ട് ഫാക്ടേഴ്സ് മാറുന്നതിനനുസരിച്ച്, ഇത് കൂടിയും കുറയും ചെയ്യുന്നതനുസരിച്ച് ഡെൻസിറ്റിയിൽ എന്തുണ്ടാവുന്നുണ്ട്? വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. ഡെൻസിറ്റി ഡിക്രീസസ്, ഇവിടെ ഓർക്കുക, ഡെൻസിറ്റി ഡിക്രീസസ് as temperature increases. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുന്നു. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുന്നു. അതേപോലെ തന്നെ ഇറ്റ് ഇൻക്രീസസ് ആസ് സാലിനിറ്റി ഇൻക്രീസസ്. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാലിനിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ. അപ്പൊ സാലിനിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ കൂടുതലൊന്നും പഠിക്കാനില്ല, ഇങ്ങനെയുള്ള ഈ ഒരു പോയിന്റ് തന്നെ കാര്യമായിട്ട് ഓർക്കാനുള്ളൂ. സോ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദി ടെമ്പറേച്ചർ, salinity and density of sea water are not uniform everywhere. These variations lead to movements of sea water. Let's look into the movements of sea water and the reasons thereof. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഡെൻസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഡെൻസിറ്റി എന്തല്ല, അത് പിന്നെ കടൽ ജലത്തിൽ, സമുദ്രജലത്തിൽ എല്ലായിടത്തും യൂണിഫോം അല്ല, ഒരേപോലെയല്ല. ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സാലിനിറ്റി ആൻഡ് ടെമ്പറേച്ചർ ആണ്. അത് റിലേഷൻ എങ്ങനെയാണെന്നുള്ളതും കൂടി ഓർക്കുക. ഡെൻസിറ്റി ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, കൂടുമ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതേപോലെ ഇറ്റ് ഇൻക്രീസസ്, ഡെൻസിറ്റി increases as salinity increases. salinity കൂടുന്ന സമയത്ത്, ലവണത്വം കൂടുന്ന സമയത്ത്, ഉപ്പിന്റെ രസം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഉപ്പരസം കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ സമുദ്രജലത്തിന്റെ ലവണത്വം കൂടുന്ന സമയത്ത് ഡെൻസിറ്റിയും കൂടുന്നു. ഓക്കെ, ഡെൻസിറ്റിയും കൂടുന്നു. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ അവിടെ നമുക്ക് ഓർക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു വേരിയേഷൻ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ടെമ്പറേച്ചർ, അതേപോലെ സാലിനിറ്റി, ഡെൻസിറ്റി, കടൽ ജലത്തിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും പല രൂപത്തിലാണ്. നോട്ട് യൂണിഫോം എവരിവർ, എല്ലായിടത്തും എന്തല്ല, ഒരേപോലെയല്ല. അപ്പൊ ഈ ഒരു വേരിയേഷൻ, ദീസ് വേരിയേഷൻസ് ലീഡ് ടു മൂവ്മെന്റ്സ് ഓഫ് സീ വാട്ടർ. അത് എന്തിന് കാരണമാവുന്നുണ്ട്? സമുദ്രജലത്തിന്റെ ചലനങ്ങൾക്ക്, ഓക്കെ, സമുദ്രജലത്തിന്റെ ചില മൂവ്മെന്റ്സിന് കാരണമാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമുദ്രജലത്തിന്റെ മൂവ്മെന്റ്സ് ആണ്, സമുദ്രജല ചലനങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മൂവ്മെന്റ്സ് ഓഫ് സീ വാട്ടർ. ഓക്കെ, മൂവ്മെന്റ്സ് ഓഫ് സീ വാട്ടർ. അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഒന്ന് സാലിനിറ്റി ഓഫ് സീ വാട്ടർ, അതേപോലെ തന്നെ മറ്റൊന്ന് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് തൽക്കാലം നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി ഈ പറയുന്ന മൂവ്മെന്റ്സ് ഓഫ് സീ വാട്ടർ എന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് പ്രത്യേക ടോപ്പിക്കായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അതിൽ നമുക്ക് വേവ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്, തിരമാലകൾ. അത് സമുദ്രജലത്തിന്റെ ഒരു ചലനമാണല്ലോ, ഒരു മൂവ്മെന്റ് ആണല്ലോ വേവ്സ് എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊന്ന് നമുക്ക് പിന്നെ കേട്ടുപരിചയമുണ്ട്, അതേപോലെ കണ്ടുപരിചയമുണ്ടെന്ന് ചോദിച്ചാൽ കണ്ടുപരിചയമുണ്ട് എന്ന് നമുക്ക് പറയാം, ചിലർക്കൊക്കെ പറയാം. ടൈഡ്സ്, നമ്മൾ വേലികൾ എന്ന മലയാളത്തിൽ പറയാം. വേലികൾ, വേലിയേറ്റം, വേലിയിറക്കം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ടൈഡ്സ്. അതേപോലെ തന്നെ ടൈഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, സ്പ്രിംഗ് ടൈഡ് ആൻഡ് നീപ്പ് ടൈഡ്, ഒക്കെ നമ്മൾ നോക്കും. അതേപോലെ ഓഷ്യൻ കറൻസ്, ഓഷ്യൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതൊക്കെ എന്താ, ഇതൊക്കെ അതിൽ അതേപോലെ നമുക്ക് പിന്നെ ചില ചിത്രങ്ങൾ, പസഫിക് ഓഷ്യൻ, അതേപോലെ അറ്റ്ലാന്റിക് ഓഷ്യൻ, അതേപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 ഓഷ്യനിലുള്ള ഈ ഓഷ്യൻ കറൻസിന്റെ ഓരോന്നിന്റെ പേരൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ഒരു 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ഓഷ്യൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങൾ, മറ്റൊന്ന് ടൈഡ്സ്, വേലികൾ, മറ്റൊന്ന് പിന്നെ വേവ്സ്, തിരമാലകൾ. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. മൂവ്മെന്റ്സ് ഓഫ് സീ വാട്ടർ, സമുദ്രജലത്തിന്റെ ചലനങ്ങൾ. ഓക്കെ, ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്, ഈ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് നമ്മൾ
ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ.